നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ മറ്റൊരു ചർച്ച കൂടി നടന്നിരിക്കുകയാണ്. അതും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം എങ്ങനെയെങ്കിലും നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തിൽ മുന്നോട്ടു പോവുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തിന്റെ ഈ ആഗ്രഹം സഫലീകരിക്കാൻ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിച്ചേ തീരൂ. തിരഞ്ഞെടുപ്പ് കാലത്ത് ട്രംപ് അമേരിക്കക്കാർക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനവും ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ സമാധാന ശ്രമങ്ങൾക്കായി ട്രംപ് ഇറങ്ങിത്തിരിച്ചിട്ട് കുറച്ചായി. അദ്ദേഹം അധികാരത്തിൽ വന്ന് ഇത്രയും മാസങ്ങൾ പിന്നിട്ടിട്ടും യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഒരു ശതമാനം പോലും എന്തെങ്കിലും ഒരു നീക്കം നടത്താനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാൽ തുടക്കത്തിൽ പാളിയ ഈ നീക്കം ഇക്കുറി വിജയിച്ചേക്കുമെന്നാണ് സൂചന. വൈറ്റ് ഹൌസിൽ ഇന്നലെ ട്രംപും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും മറ്റ് യൂറോപ്യൻ നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച നൽകുന്ന സൂചന യുദ്ധം അവസാനിച്ചേക്കുമെന്ന് തന്നെയാണ്. കഴിഞ്ഞ തവണ സെലൻസ്കി വൈറ്റ് ഹൌസിൽ എത്തിയപ്പോൾ ട്രംപുമായി തർക്കിച്ചിരുന്നു. ഇക്കുറി ആ സാധ്യത ഒഴിവാക്കാനാണ് യൂറോപ്യൻ രാജ്യതലവന്മാർ കൂടി വൈറ്റ് ഹൌസിലേക്ക് എത്തിയത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ, ഫ്രഞ്ച് പ്രസിഡന്റ്, ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോനി, ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ്, ഫിൻലാൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ്, നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയൻ തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ഇവർ കൂടി ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയതോടെ കഴിഞ്ഞ തവണ കാണിച്ച മൊട പുറത്തെടുക്കാതെ നല്ല കുട്ടിയായി ട്രംപ് മാറുകയും ചെയ്തു. ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കാതെ ട്രംപ് നയതന്ത്ര വഴിയിലാണ് നീങ്ങിയത്. ആദ്യം പുടിനും സെലൻസ്കിയും തമ്മിൽ കാണട്ടെ എന്ന കാര്യം അദ്ദേഹം അംഗീകരിച്ചു. ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് പുറമെ ഞങ്ങൾ 3 നേതാക്കളും ഒരുമിച്ചുള്ള ചർച്ചയിൽ നടക്കുമെന്നും ട്രംപ് അറിയിച്ചു. അമേരിക്ക കൂടി പങ്കാളിയാകുന്ന ത്രികക്ഷി ചർച്ചയിൽ തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുടിനെ ട്രംപ് വിളിച്ചതും സമാധാനത്തിലേക്ക് വഴി തുറക്കുന്നതായി. കൂടിക്കാഴ്ചയ്ക്കിടെ ഞാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഫോണിൽ വിളിക്കുകയും മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് പുടിനും സെലൻസ്കിയും ഒരുമിച്ചുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തതായും ട്രംപ് പറഞ്ഞു. സെലൻസ്കിയും യൂറോപ്യൻ നേതാക്കന്മാരുമായി സംസാരിച്ച ശേഷമാണ് ട്രംപ് പുടിനെ വിളിച്ചത്. റഷ്യൻ പ്രസിഡന്റുമായുള്ള 40 മിനിറ്റ് നീണ്ട ഫോൺ സംഭാഷണത്തിന് പിന്നാലെയാണ് ട്രംപ് കൂടിക്കാഴ്ചയുടെ വിവരവും പുറത്തുവിട്ടത്. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ കൂടിക്കാഴ്ചയെന്ന് ട്രംപിന്റെ വാക്കുകൾ ഏറെ പ്രതീക്ഷ നൽകുന്നതായി. സോഷ്യൽ മീഡിയയിലൂടെയാണ് ട്രംപ് ഈ വിവരങ്ങൾ പങ്കുവച്ചത്. പുടിനുമായി നടത്തിയ ചർച്ചയിൽ റഷ്യൻ യുക്രൈൻ നേതാക്കൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്താനുള്ള പദ്ധതികൾക്കും രൂപം നൽകിയതായി അദ്ദേഹം പറഞ്ഞു. കൂടാതെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളോടൊപ്പം താനും ഇരിക്കുമെന്നും യുദ്ധം നശിപ്പിച്ച രാജ്യത്ത് സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുമെന്നും ട്രംപ് അറിയിച്ചു. 4 വർഷത്തോളമായി തുടരുന്ന ഈ യുദ്ധത്തിൽ ഇതൊരു നല്ല തുടക്കമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമാധാനം സ്ഥാപിക്കുന്നതിന് ട്രംപ് നടത്തുന്ന ശ്രമങ്ങൾക്ക് നന്ദി പറഞ്ഞാണ് സെലൻസ്കി സംസാരിക്കാൻ തുടങ്ങിയത്. ഈ ശ്രമങ്ങൾക്കൊപ്പം യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ട്രംപിന്റെ സഹായം വേണമെന്നും അദ്ദേഹം പറഞ്ഞു. പുടിനും സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെന്നും എല്ലാ കാര്യങ്ങളും നന്നായി സംഭവിച്ചാൽ ഇന്ന് തന്നെ യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു ട്രംപിന്റെ മറുപടി. യുക്രൈനെ പിന്തുണച്ച ഫ്രാൻസ്, യൂറോപ്യൻ യൂണിയൻ, ഫിൻലാൻഡ്, UK, ജർമ്മനി തുടങ്ങിയ എല്ലാ രാജ്യങ്ങളോടും സെലൻസ്കി നന്ദി അറിയിച്ചു. നിലവിലെ യുദ്ധം അവസാനിപ്പിക്കാനും മേഖലയിൽ സമാധാനം കൊണ്ടുവരാനും ഡൊണാൾഡ് ട്രംപിന് ശക്തിയുണ്ടെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ചർച്ചയ്ക്ക് മുമ്പ് അഭിപ്രായപ്പെട്ടിരുന്നു. ബലപ്രയോഗത്തിലൂടെ മാത്രമേ റഷ്യയെ സമാധാനത്തിലേക്ക് നയിക്കാനാകൂ. പ്രസിഡന്റ് ട്രംപിന് ആ ശക്തിയുണ്ടെന്നായിരുന്നു വ്ളാഡിമിർ സെലൻസ്കിയുടെ വാക്കുകൾ. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി യുഎസിന്റെ പ്രത്യേക പ്രതിനിധി കെയ്ത്ത് കെല്ലോഗുമായും അദ്ദേഹം ചർച്ച നടത്തി. മേഖലയിൽ സമാധാനവും സുരക്ഷിതത്വവും കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾക്കും യുക്രൈൻ പ്രതിജ്ഞാബദ്ധമാണെന്നും സെലൻസ്കി ചർച്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു. ട്രംപുമായി യൂറോപ്യൻ നേതാക്കളുമായി വാഷിംഗ്ടണിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് പ്രധാന ചുവടുവയ്പ്പാണിത്. യുക്രൈനിലെ സമാധാനം എന്നാൽ യൂറോപ്പിന് മുഴുവനുമായുള്ള സമാധാനമാണെന്നും ശക്തി ഉപയോഗിച്ച് മാത്രമേ റഷ്യയെ സമാധാനത്തിലേക്ക് തള്ളിവിടാനാകൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. യൂറോപ്യൻ നേതാക്കളും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഓഗസ്റ്റ് 15-ന് അലാസ്കയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തിയ ട്രംപ് വെടിനിർത്തൽ കാര്യത്തിൽ തീരുമാനമാകാത്ത പശ്ചാത്തലത്തിലാണ് സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ച. പുടിനും സെലൻസ്കിയും തമ്മിൽ നടക്കുന്ന കൂടിക്കാഴ്ച യുക്രൈൻ യുദ്ധത്തിന് ഒരു പരിഹാരം കാണാനുള്ള നിർണായക ചുവടുവയ്പായാണ് വിലയിരുത്തപ്പെടുന്നത്. യുക്രൈന് മികച്ച സുരക്ഷ ഉറപ്പാക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്നാണ് ട്രംപിന്റെ വാഗ്ദാനം. യുക്രൈൻ റഷ്യയ്ക്ക് ഭൂപ്രദേശം വിട്ടു നൽകണമോ എന്ന ചോദ്യങ്ങൾക്ക് ട്രംപ് മറുപടി നൽകിയില്ല. റഷ്യയിലെ യുക്രൈൻ തടവുകാരുടെ മോചനം സാധ്യമാക്കണമെന്ന് യൂറോപ്യൻ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലും ട്രംപ് ആവശ്യപ്പെട്ടു. സമാധാന നീക്കങ്ങൾ
പ്രശ്നങ്ങൾക്കിടയിലും യുക്രൈനിൽ റഷ്യ വൻ വ്യോമാക്രമണം നടത്തി. യുക്രൈനിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഖാർക്കീവിൽ പാർപ്പിട മേഖലയിൽ ഡ്രോൺ പതിച്ച് 7 പേർ കൊല്ലപ്പെട്ടു. 6 കുട്ടികളടക്കം 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 140 ഡ്രോണുകളും 4 മിസൈലുകളും റഷ്യ തൊടുത്തെന്ന് യുക്രൈൻ അറിയിച്ചു. 6 മാസം മുമ്പ് ഓവൽ ഓഫീസിലെത്തിയപ്പോൾ കോട്ടൊന്നും ധരിക്കാതെ സൈനിക വേഷത്തിലായിരുന്നു സെലൻസ്കിയുടെ വരവ്. ഇത്തവണ അതിലൊരു മാറ്റമുണ്ടായിരുന്നു. കഴിഞ്ഞ തവണത്തെ ആ വരവ് തന്നെ ട്രംപിന് ഇഷ്ടമായില്ലായിരുന്നു. ഇതിന് പിന്നാലെ വാക്പോര് കൂടിയായതോടെ ചർച്ച പരാജയപ്പെടുകയായിരുന്നു. അന്ന് ട്രംപിന്റെ ശകാരവർഷം കേട്ട് സെലൻസ്കി ഒരു തരത്തിൽ സ്ഥലം കാലിയാക്കുകയായിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ട്രംപ് നേരിട്ടെത്തി യുക്രൈൻ പ്രസിഡന്റിനെ കൈകൊടുത്ത് സ്വീകരിച്ചു. കറുത്ത കോളറുള്ള ഷർട്ടിന്റെ പുറമെ കറുത്ത സ്യൂട്ട് പോലുള്ള ജാക്കറ്റാണ് സെലൻസ്കി ധരിച്ചത്. എന്നാൽ മുഴുവൻ സ്യൂട്ടോ ടൈയോ ഉണ്ടായിരുന്നില്ല. സെലൻസ്കിയുടെ വസ്ത്രധാരണത്തെ അഭിനന്ദിച്ച ട്രംപ് അദ്ദേഹത്തിന്റെ തോളിലൂടെ സൗഹൃദ സൂചകമായി കൈവയ്ക്കുകയും ചെയ്തു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കഴിഞ്ഞ വെള്ളിയാഴ്ച അലാസ്കയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടന്ന ഈ ചർച്ചയ്ക്കും ഏറെ പ്രാധാന്യമുണ്ട്. ആ കൂടിക്കാഴ്ചയിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനോ സമാധാനത്തിനോ ധാരണയായിരുന്നില്ല. പുടിൻ അലാസ്കയിലേക്ക് വന്നത് വലിയ സംഭവമാണെന്ന് ട്രംപ് സെലൻസ്കിക്കൊപ്പം ഇരുന്നുകൊണ്ട് തന്നെ പറഞ്ഞു. യുക്രൈനിൽ സമാധാനം പുനഃസ്ഥാപിച്ച ശേഷം താൻ തെരഞ്ഞെടുപ്പിന് തയ്യാറാണെന്ന് സെലൻസ്കി പറഞ്ഞു. യുദ്ധത്തിലെ കുട്ടികളുടെ ദുരിതത്തെ സൂചിപ്പിച്ച് അവരെ സംരക്ഷിക്കണമെന്ന സന്ദേശവുമായി അമേരിക്കൻ പ്രഥമ വനിത മെലാനിയ പുടിന് കത്തയച്ചതിന് സെലൻസ്കി നന്ദി പറഞ്ഞു. മെലാനിയയ്ക്ക് കൈമാറാനായി തന്റെ ഭാര്യ ഒലീന സെലൻസ്കി എഴുതിയ കത്തും അദ്ദേഹം ട്രംപിന് കൈമാറി. 2022 ആരംഭിച്ച യുദ്ധം അവസാനിക്കാനുള്ള കാര്യമായ സാധ്യതയുണ്ടെന്നും ട്രംപ് പറഞ്ഞു. എല്ലാം നന്നായി കലാശിച്ചാൽ പുടിനെയും കൂടി ഉൾപ്പെടുത്തി ഒരു ത്രികക്ഷി ചർച്ച നടത്താം. ആളുകൾ മരിച്ചു വീഴുകയാണ്, അത് നമ്മൾ അവസാനിപ്പിക്കണം. സെലൻസ്കിക്കും എനിക്കും പുടിനും അതാണ് താല്പര്യമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ത്രികക്ഷി ചർച്ചയെ യുക്രൈൻ പ്രസിഡന്റ് സ്വാഗതം ചെയ്തു. യുദ്ധം അവസാനിപ്പിക്കാൻ തന്റെ രാജ്യത്തിന് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും പിന്തുണ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു.